ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കാസർഗോഡ് വീട്ടിലാണുള്ളത്. ഉമ്മായും ഉപ്പായൊക്കെ നാട്ടിൽ പോയിരിക്കുകയാണ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാസർഗോഡ് വീട്ടിൽ ഡേ ഇൻ മൈ ലൈഫ് ഇടുക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം കുറച്ചധികം നേരത്തെ എഴുന്നേറ്റതാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്നാണ് പള്ളിയിൽ ഉസ്താദുമാർക്ക് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെയും അതുപോലെ തന്നെ ഉച്ചക്കത്തെയും വൈകിട്ടത്തെയൊക്കെ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പണികളൊക്കെ തുടങ്ങണമല്ലോ. ഞാൻ നേരത്തെ അലാറം വെച്ച് എഴുന്നേറ്റ് എന്തിനാന്ന് വെച്ചാൽ നിധിക്കുട്ടിയൊക്കെ എണീക്കുന്നതിന് മുമ്പ് പണിയൊക്കെ ഒന്ന് ഒതുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞാൻ എണീറ്റ് ഒരു 5-10 മിനിറ്റിനുള്ളിൽ അവളും എഴുന്നേറ്റ് വന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു ചീനിച്ചട്ടിയൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയേക്കുന്നതാണ്. അപ്പം നമ്മൾ രാവിലെ അപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. രാവിലെ ഇന്നലെ ഞാൻ അപ്പത്തിനൊക്കെയുള്ള അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ആദ്യം മുട്ടയൊന്ന് പുഴുങ്ങാൻ വെച്ചിട്ട് അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ, അതായത് വെജിറ്റബിൾസും പിന്നെ ഉച്ചക്കത്തേക്കുള്ള വെജിറ്റബിൾസ് അതുപോലെ തന്നെ സവോള കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തായാലും കുട്ടികളെ വെച്ചുകൊണ്ട് എല്ലാം കൂടെ നടക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം എളുപ്പമായി. അങ്ങനത്തെ മുട്ടയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ എണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ച് കുറച്ച് ഏലക്ക ഇട്ട് പിന്നെ നമ്മുടെ സവോളയും പച്ചമുളകും കൂടി ഇട്ടു, കറിവേപ്പില ഇട്ടു, അതുപോലെ തന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടു. പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും തക്കാളി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. പിന്നെ നമ്മൾ അതിൽ വെള്ളത്തിന് പകരം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പാലെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലല്ല, തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ലതാണ്. പക്ഷേ നമ്മൾ സാധാ ചായ വയ്ക്കുന്ന പാലുണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു. എന്നിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ മുട്ട പുഴുങ്ങിയത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ സാമ്പാറിനുള്ള പരിപാടിയാണ് നോക്കിയത് ഉച്ചക്കത്തേക്കുള്ളത്. അപ്പം പരിപ്പൊന്ന് വേവിച്ചെടുത്തായിരുന്നു, മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇട്ടിട്ട്. എന്നിട്ട് അത് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് പുളിവെള്ളം ഒഴിച്ചു. പിന്നെ സാമ്പാർ പൊടി കുറച്ചൊരു പാത്രത്തിൽ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാനതിൽ ഒഴിച്ചത്. അല്ലെ പിന്നെ ഇങ്ങനെ കട്ട പിടിച്ചു പോകും, അതുകൊണ്ടിട്ട്. എന്നിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഒരൊറ്റ വിസിലടിച്ചാൽ മതി, അത് റെഡി ആയിട്ടുണ്ട്. അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ ഇനി അപ്പം ചുടാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴേക്കും ഇക്ക പോയിട്ട് പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന്. അങ്ങനെ അപ്പമൊക്കെ ചുട്ടിട്ട് ആ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചായയും കൂടെ വെച്ചു. എന്നിട്ട് അത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കുകയാണേ. ഇന്നിപ്പോൾ 2 ഉസ്താദുമാരുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 പാത്രത്തിലായിട്ട് അപ്പം എടുത്തു. അതുപോലെ ഒരെണ്ണത്തിൽ മുട്ടക്കറിയും വെച്ചു. പിന്നെ ഫ്ലാസ്കിൽ ചായയും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സഞ്ചിയിലൊക്കെ ആക്കിയിട്ട് പോകാൻ തുടങ്ങുന്നതാണ്. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 8 മണിക്ക് മുമ്പ്, അതായത് അവിടെ 8 മണിക്ക് എത്താൻ പാകത്തിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നിധിമോളെയും കൊണ്ടുപോയിട്ടോ. ഇങ്ങനെ പിടിച്ചോളാന്ന് പറഞ്ഞായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നിധിക്കുട്ടീനെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവർ വരുമ്പോഴേക്കും അത്രയും പണിയും കൂടെ ഒന്ന് ഒതുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അവർ ഉച്ചക്കത്തേക്കുള്ള മീൻ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുള്ളൂ. അങ്ങനെ അവർ പോയ സമയത്ത് ഞാനത് അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചതാണ്. അങ്ങനെ അരി ഇട്ടിട്ട് അതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും റൈസ് കുക്കറിൽ എടുത്ത് വെച്ചു. അവർ വരുന്ന സമയം കൊണ്ട് സാമ്പാറും അതുപോലെ തന്നെ തോരനും കൂടി റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇതൊന്ന് റൈസ് കുക്കറിൽ എടുത്ത് വെച്ചതിന് ശേഷം സാമ്പാറിൻ്റെ പണി നോക്കി. അതിൽ ഓൾറെഡി വെജിറ്റബിളൊക്കെ വെന്ത് സെറ്റായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ കടുക് പൊട്ടിച്ചു. പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ ഉള്ളിയും കൂടി ഇട്ടിട്ട് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയല്ല മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മുടെ വെന്തിരിക്കുന്ന വെജിറ്റബിൾസ് ഇല്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉപ്പ് 2 പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് പരിപ്പ് വേവിച്ചപ്പോഴും ഇട്ടു, പിന്നെ വെജിറ്റബിൾ വേവിച്ചപ്പോഴും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ടോ. പിന്നെ ഈ തക്കാളി അതുപോലെ തന്നെ വെണ്ടയ്ക്കയും സെപ്പറേറ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയിട്ടാണ് ഇട്ടത്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെന്തിങ്ങനെ അളിഞ്ഞു പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ഇട്ടത്. അങ്ങനെ താളിച്ച് ഒഴിക്കലും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ റെഡിയാക്കി അത് മാറ്റി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ തോരൻ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ചീനിച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ചു. അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക് പിന്നെ സവോളയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി. എന്നിട്ട് നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഉപ്പും കൂടി തിരുമ്മി വെച്ചേക്കുമായിരുന്നു ആ പയർ അരിഞ്ഞതിൽ. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തു. എന്നിട്ട് ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് തേങ്ങ ചിരവിതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ തോരനും റെഡിയായി. അപ്പോഴേക്കും അവരെത്തി കേട്ടോ.
അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. നിധിക്കുട്ടിക്ക് ഞാൻ കുറച്ച് അപ്പമൊക്കെ ഇങ്ങനെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവൾക്ക് കുറുക്ക് കൊടുത്താൽ മതി. എങ്കിലും ഞാൻ കുറുക്കൊന്ന് കലക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കരിപ്പെട്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഏത്തക്ക പൊടിയാണ് ഇപ്പം കൊടുക്കുന്നത്. അതായത് ഇന്നിപ്പം ഏത്തക്ക പൊടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ അതും കൂടി മിക്സ് ചെയ്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾക്ക് കൊടുക്കാനാകുമ്പോൾ ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് അടുക്കളയൊന്ന് ഒതുക്കി അതുപോലെ തന്നെ അലക്കാനുണ്ടായിരുന്നു, അതൊന്ന് അലക്കാനിട്ടു. പിന്നെ അപ്പോഴേക്കും നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വടിച്ചിട്ടു. എന്നിട്ട് അവൾക്ക് വിശപ്പ് തുടങ്ങിയെന്ന് കണ്ടപ്പോൾ ഞാൻ കുറുക്കും ഉണ്ടാക്കി അത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അവളെ ഒന്ന് കുളിപ്പിച്ചെടുത്ത് അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഒന്ന് അടുക്കി പെറുക്കിയിട്ട് ഫുള്ളൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടു കേട്ടോ. പിന്നെ പോയിട്ട് വന്ന സമയത്ത് ബീഫും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീൻ കുറച്ചാട്ടോ വാങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് പൊരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതും പൊരിച്ചു കേട്ടോ, മസാലയിട്ട് അതും പൊരിച്ചു. അതുപോലെ തന്നെ പപ്പടം കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മളെല്ലാം ഒന്ന് പാത്രത്തിൽ എടുത്ത് വെക്കുകയാണ്. അപ്പോഴേക്കും സമയം ഏകദേശം ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിക്കാൻ പാകത്തിന് നമ്മളെല്ലാം പാത്രത്തിലാക്കി എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ചോറ് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൽ നമ്മൾ വേറൊരു പാത്രത്തിൽ സാമ്പാർ, വേറൊരു പാത്രത്തിൽ തോരനും പിന്നെ അച്ചാറും കൂടി അതിൽ മാങ്ങാച്ചാറുണ്ടായിരുന്നു, അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പപ്പടം കൂടുതൽ ചെറിയ ഷിമ്മിക്കൂടിലാണ് കേട്ടോ എടുത്തത്. പിന്നെ മീൻ നമ്മൾ ആദ്യം ഒരു വാഴയില ഇട്ടിട്ട് അതിൽ കുറച്ച് സവോള അരിഞ്ഞത് വെച്ചു. എന്നിട്ട് അതിലേക്ക് മീൻ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലും കുറച്ച് സവോള തൂവിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരിതേ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ശാരി ചേച്ചി അവനൊരു ഫ്ലാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് കയ്യിലിരിക്കുന്നത്. അങ്ങനെ പിന്നെ പോയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതേ ബീഫ് കറി നേരത്തെ തന്നെ വെച്ച് വെക്കാമെന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ ഏകദേശം കറി കാര്യങ്ങളൊക്കെ റെഡിയായി. എന്നിട്ട് നമ്മൾ നെയ്ച്ചോറ് ആദ്യം വിചാരിച്ചത് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമെന്നാണ്. പക്ഷെ പിന്നെ പറഞ്ഞു ചപ്പാത്തി വേണ്ട, നെയ്ച്ചോറാക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ പോകുന്നതിന് കുറച്ച് മുമ്പേ ഉണ്ടാക്കിയാൽ മതിയല്ലോ, അപ്പോൾ ചൂടോടുകൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സമയമാകുമ്പോൾ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ വൈകിട്ടത്തെ ഫുഡ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും ഉണ്ടാക്കാമെന്ന് ഓർത്തു. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ, കുറേ സമയം നിന്ന് പെയ്തു കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ പോയിട്ട് നെയ്ച്ചോറിനുള്ള സാധനങ്ങളൊക്കെ അരിയൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ആ മഴയത്ത് അഫിദെ കിടന്ന് ഉറങ്ങുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു 6:45 7 മണി സമയത്താണ് നെയ്ച്ചോറിൻ്റെ പരിപാടി തുടങ്ങിയത്. ആദ്യം നമ്മൾ സവോള അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചു. പിന്നെ അതിലേക്ക് ആ മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുത്തു, അതുപോലെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് കഴുകി മാറ്റി വെച്ചിരുന്ന അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് തന്നെ അതിൽ ഇളക്കി കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നാരങ്ങാനീരും ഉപ്പും കൂടെ ചേർത്തിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നിധിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഓരോന്നിങ്ങനെ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇരുത്തിയാലും അവളവിടെ ഇരിക്കില്ല. ഞാൻ എവിടെയുണ്ടോ അവിടെ പാന്തി വന്ന് എൻ്റെ കാലയിൽ പിടിച്ച് അങ്ങനെ കയറി നിൽക്കും കേട്ടോ. അപ്പോൾ തിരിയാനും പറ്റില്ല, ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കേണ്ടി വരും. ഒന്നാമത് ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നൊന്നും ഇല്ലല്ലോ ഇപ്പം. അതുകൊണ്ടിട്ട് ഹാളിലൊന്നും ഇരിക്കില്ല കേട്ടോ, എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഈ തീയല്ലേ, നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ,
അല്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് ഞാൻ അവളെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഏകദേശം റെഡി ആയതിന് ശേഷം ആദ്യം നമ്മൾ കച്ചമ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ബീഫ് കറി എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ റൈസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു സവോളയും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് ഒരു 8 മണിക്ക് പള്ളിയിലെത്തുന്ന രീതിയിലേക്ക് അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇന്ന് മഴ പെയ്തതുകൊണ്ട് വലിയൊരു ചൂടെന്ന് പറയാനില്ല, എന്നാലും ചൂടുണ്ട് കേട്ടോ. ഫാനില്ലാതെ ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ ഈ ഒരു അടുക്കളയിൽ നിന്ന് നമ്മൾ പണി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വേർത്തൊലിക്കും, അതുപോലെ ചൂടാണ് കേട്ടോ. ഇപ്പോൾ കതക് തുറന്നിട്ടാലും ശരി ഇല്ലെങ്കിലും ശരി. ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷേ ആ മഴയത്ത് 2 കുട്ടികളും കിടന്ന് ഉറങ്ങിയതുകൊണ്ട് ഇന്നിപ്പോൾ അവർ ഉറക്കാനായിട്ട് നല്ല പാടുപെടും. അങ്ങനെ അവർക്ക് 2 പേർക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തിരുത്തേക്കാണ് കേട്ടോ. അങ്ങനെ അതേ നിധിയും അതുപോലെ തന്നെ അഫിയും കൂടെ കൂടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കളിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, 11 മിനിറ്റുള്ളൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. സോ ഗൈസ്, നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാവേ. ബൈ.